Good morning, dear students. Welcome to another session of online class. Introduction to Financial Accounting എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ what is mean by accounting, definition of accounting, objectives of accounting, limitations of accounting എന്ന് തുടങ്ങി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വരെ എത്തി നിൽക്കുകയാണ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ 1-2 കാറ്റഗറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമുക്ക് പോകാനുള്ളത് അടുത്ത ഐറ്റംസ് ഓഫ് പ്രിൻസിപ്പിൾസിലേക്കും റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ടോപ്പിക്കിലേക്കൊക്കെയാണ്. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഭാഗമെന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റൂൾസ് ഫോർ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ടിങ്ങിൻ്റെ പില്ലർ തന്നെയാണ്. ഈ ബേസ് നമ്മൾ ബേസ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തിയാൽ അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പണിത് പോകാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ടിങ് നമുക്ക് ഡിഗ്രി പഠനകാലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 3rd സെമസ്റ്ററിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, 4th സെമസ്റ്ററിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ 5th സെമസ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ്ങുകൾ പഠിക്കാനുണ്ട്. എല്ലാ ബ്രാഞ്ചും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ബേസ് നമുക്ക് വലിയ ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്ലാസ് എടുക്കുമ്പോൾ പോലും കുട്ടികൾക്ക് അക്കൗണ്ട് വരയ്ക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അറിവില്ലായ്മ വളരെ വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്ന റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങും എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. +2 തലത്തിലൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും എന്ത് ചെയ്യുക, ഒന്നുകൂടി ഓർത്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം എന്ന് വിചാരിച്ച് അത് വിട്ടുകളയരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യം എടുക്കുന്ന തിയറി പാർട്ടൊക്കെ നമുക്ക് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളരെ വലിയ അറ്റൻഷൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് മുതൽ അങ്ങോട്ട്, അത് തുടങ്ങി അങ്ങോട്ട് കുട്ടികളുടെ വലിയ താല്പര്യം ആ മേഖലയിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് തേർഡ് കാറ്റഗറി ഓഫ് പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളും കൺവെൻഷൻസൊക്കെ തിയറിറ്റിക്കൽ ഇൻ നേച്ചറാണ്. അത് പ്രാക്ടിക്കലാക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this principle states that importance should be attached only to material facts, ignoring insignificant details. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുക. അതല്ലാത്ത വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത
കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അതിനെയാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കൺസിസ്റ്റൻസി. ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണെന്നുണ്ട്. കൺസിസ്റ്റൻസി. ദ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് ബി റിമെയിൻ ദ സെയിം ഫ്രം 1 ഇയർ ടു അനദർ. അല്ലേ? അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് ലോവർ, ദ സെയിം പ്രാക്ടീസ് ഷുഡ് ബി ഫോളോഡ് ഇയർ ആഫ്റ്റർ ഇയർ. അതായത് ഒരു സിസ്റ്റം, അക്കൗണ്ടിങ്ങിൽ പല സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുമ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതല്ല നമ്മുടെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. മനസ്സിലായോ? അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അക്കൗണ്ടിങ് മെത്തേഡ്സും സിസ്റ്റംസൊക്കെ, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതിനെയാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ്, അല്ലേ? പ്രുഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം, ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫായിട്ട് കളിക്കുക എന്നൊക്കെ പറയില്ലേ. The principle states that anticipated profits are not to be considered, but only possible losses while recording business transactions. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന പ്രോഫിറ്റ് മുൻകൂട്ടി കാണാൻ സാധിക്കുകയില്ല. അതേസമയം ലോസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുൻകൂട്ടി അത് അക്കൗണ്ട് ചെയ്യാം, അല്ലേ? ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് പ്ലേയിങ് സേഫ്. അതാണ് പ്രാക്ടിക്കാലിറ്റി എന്ന് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്, നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ സൈഡ് എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, പ്രുഡൻസ്, ദെൻ കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. നമുക്കെന്ത് ചെയ്യുക, ഒരു വലിയ പ്രോഫിറ്റ് വരാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചത് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ലോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വർഷം ലോസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രൊവിഷൻ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദെൻ ഫോർത്ത് പോയിൻറ്റ്, ടൈംലിനെസ്. എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്ക് പറയാം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഫുൾ ടു ദ എൻഡ് യൂസേഴ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദം ഇൻ ടൈം. അല്ലേ? കൃത്യമായിട്ട് അത് അവൈലബിൾ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൂ. വിത്ത് ദിസ് എൻഡ് ഇൻ വ്യൂ, കമ്പനീസ് ആർ സപ്ലൈയിങ് quarterly or half yearly financial statements and other reports to shareholders, creditors, etc. അല്ലേ? കമ്പനികളെല്ലാം തന്നെ നമുക്കറിയാലോ, ആദ്യപാദ പ്രോഫിറ്റ് അനുസരിച്ച് ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ എന്നൊക്കെ പറയുന്നത് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഓരോ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ ആയിട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നു, അവരുടെ റെക്കോർഡ്സ് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അവരെന്ത് ചെയ്യുന്നു, അവർ പബ്ലിഷ് ചെയ്യുന്നു, അല്ലേ? അത് ആർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ സമയബന്ധിതമായിട്ട് നടത്തണമെന്നാണ് ടൈംലിനെസ്സിൻ്റെ മീനിങ്, അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രസൻറ്റഡ് in the financial statements in accordance with their substance and not legality. അതിൻ്റെ ലീഗൽ ഫോർമാറ്റ് അനുസരിച്ച് മാത്രമല്ല, അതിൻ്റെ സബ്സ്റ്റാൻസ് അനുസരിച്ച്, അതിൻ്റെ അതിൻ്റെ നിലനിൽപ്പനുസരിച്ച്, ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടും കൂടി വേണം ഓരോ ഐറ്റംസ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ, സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. The practice and method prevailing in a particular industry has to be kept in mind
while recording and presenting accounting information. അല്ലേ? This facilitates inter-firm comparison. പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഇൻഡസ്ട്രീസിൽ ചില പ്രത്യേക ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ചില പ്രത്യേക ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ചിട്ടുള്ള റെക്കോർഡിങ്സ് കൃത്യമായിട്ട് വരണം. എന്നാൽ മാത്രമേ അത്തരം സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇൻ്റർഫേം കമ്പാരിസനെ നമുക്കെന്ത് പറ്റുള്ളൂ, സാധ്യമാവുകയുള്ളൂ. ഇത്രയാണ് നമ്മുടെ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫോർത്ത് പോയിൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ നോംസ് of accounting policies and practices by way of codes or guidelines to direct as to how the items which go to make the financial statements should be dealt with in accounts and disclosed in the annual reports of performance. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ട്സിൽ വരുന്ന അതല്ലെങ്കിൽ ആനുവൽ പെർഫോമൻസസിൽ വരുന്ന ഐറ്റംസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള നോംസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം നമുക്ക്. എൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് എ സെലക്റ്റഡ് കോഡ്സ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഓർ ബ്രോഡ് ഗൈഡ് ലൈൻസ് regarding the principles and methods to be chosen out of several alternatives. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെലക്റ്റഡ് കോഡ്സ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്, അല്ലേ? ഒരുപാട് ഐറ്റംസ് ഉള്ളതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം, ഏത് പ്രിൻസിപ്പിൾ, ഏത് പോളിസി, ഏത് അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈനെയാണ് എന്തായിട്ട് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത സെമസ്റ്ററിലൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ പഠിക്കേണ്ടതാണ്. ആ സമയത്ത് പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ. നമുക്കറിയാം IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഏറെക്കുറെ അവസാന സ്റ്റേജിലാണ്. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഡോക്യുമെൻറ്റ്സൊക്കെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമീപഭാവിയിൽ അടുത്ത് തന്നെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയും അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയും IFRS എന്നുള്ള പുതിയ റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറുമെന്ന് പറയപ്പെടുന്നു. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2011 മുതലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായപ്പോഴേക്കും 2015-16 ഒക്കെ ആയി തുടങ്ങി. പക്ഷേ ഒരുപാട് നാളുകളായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാലോ 2015-16 എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങളായി, അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസൊക്കെ തന്നെ എന്ത് ഫോളോ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു. കാരണം ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളിലെല്ലാവരും തന്നെ IFRSലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഡീലിങ്സ് ട്രാൻസാക്ഷൻസൊക്കെ കൃത്യമായിട്ട് നടക്കാൻ സാധിക്കുന്നു, ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ത്യയിലുള്ള ഒരു ഇൻവെസ്റ്റർക്ക് അമേരിക്കയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പേടിയില്ലാതെയാവുന്നു. കമ്പാരിസൺ എളുപ്പമാവുന്നു, സിസ്റ്റംസ് എളുപ്പമാവുന്നു, റെക്കോർഡ്സ് എളുപ്പമാവുന്നു. അതുപോലെ തന്നെ അമേരിക്കയിലോ വിദേശത്തുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ സുഗമമാക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. എല്ലായിടത്തും ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്, IFRS എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനില്ലാത്ത കാരണം കൊണ്ട് ഞാനതിവിടെ നിർത്തുകയാണ്. IFRS എന്നുള്ള ടോപ്പിക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം അതിവിടെ നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ അത് പറയാനുള്ള കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും എന്ത് ഫോളോ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS അതിനോട് ചേർന്നിട്ടുള്ള സ്റ്റാൻഡേർഡ്സാണ് ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനീസ് ഇപ്പോൾ
ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തൽക്കാലം IFRS പഠിക്കാനില്ല, അടുത്ത സെമ്മിലയക്കുമ്പോഴേക്കും പഠിക്കാനുണ്ട്. ദെൻ ഇനി നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ +2 തലത്തിൽ കുട്ടികൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങോ ഡെഫിനേഷനോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല ഈ ക്ലാസ്സിൽ. കാരണം എല്ലാവരും തന്നെ ബേസിക്കായിട്ട് +2-ൽ പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലേ. ഇനി അതല്ലാത്ത കുട്ടികൾക്ക് പോലും പറ്റാവുന്ന രീതിയിലാണ് സീറോ ബിഗിനിങ് ആണ് BBAയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പഠിച്ച ടേംസ് തന്നെ ആയാലും ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പല കാര്യങ്ങൾ വരും, അതിനെ ഒരു പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേംസ് എല്ലാം തന്നെ കുറച്ചൊക്കെ ടേംസ് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതും നിങ്ങളുടെ പരിചയം ഒന്നുകൂടി പുതുക്കുക എന്നുള്ളതുമാണ് ഈ ഇനിയുള്ള ടോപ്പിക്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ എയിം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് പറയാനുള്ളത് ബിസിനസ് ട്രാൻസാക്ഷനാണ് അല്ലേ. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് മണി ഓർ മണീസ് വർത്ത് അല്ലേ. സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ദ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് മണി ഓർ മണീസ് വർത്ത് ഈസ് നോൺ ആസ് ഓർ ട്രീറ്റഡ് ആസ് എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദ നെക്സ്റ്റ് ഈസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് ദ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടുന്ന അല്ലെങ്കിൽ പേ ചെയ്യുന്ന ട്രാൻസാക്ഷനാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇപ്പം നമ്മൾ ഒരു പെന്ന് വാങ്ങി 10 രൂപയ്ക്ക്, അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ തന്നെ പണം കൊടുത്തു പെന്ന് വാങ്ങി നമ്മൾ പോന്നു അല്ലേ. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സ് പേന വാങ്ങുന്നു, പക്ഷേ പണം അടുത്ത ദിവസം തരാമെന്ന് പറയുന്നു. ഒരു ദിവസം നമ്മൾ പേന വാങ്ങുന്നു, നമ്മളെ പരിചയമുള്ള ബിസിനസ്മാനാണ്, ആ കടക്കാരൻ നമ്മളെ അറിയുന്ന ആളാണ്. നെക്സ്റ്റ് ഡേ കടമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേന വാങ്ങുന്നു. ദെൻ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാഷ് ട്രാൻസാക്ഷൻ. അത് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. അടുത്ത ദിവസം നമ്മൾ പണം കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിന് നമുക്കൊരിക്കലും എന്ത് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ളത്. ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റോ ഓർ റെസിപ്റ്റ് ഓഫ് ക്യാഷ് കേട്ടോ. അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷനോ? പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് മണി ഈസ് പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് മണി ഈസ് പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. നമ്മുടെ പേയ്മെൻറ്റോ അല്ലെങ്കിൽ റെസിപ്റ്റോ, പണം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ, മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. The next is financial statements. Financial statements are the statements prepared at the end of the financial period. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പീരീഡിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മറ്റൊന്ന് ബാലൻസ് ഷീറ്റും അല്ലേ. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ഇനി നമ്മൾ പറയുന്നു, കുറച്ചുകൂടി കടന്ന് പറയുന്നു, സാധാരണ നമുക്കറിയാവുന്ന 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ദെൻ നെക്സ്റ്റ് ഈസ് അസറ്റ്സ്. അസറ്റ്സ് ആർ ദ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊസഷനിലുള്ള പൊസഷൻസോ മെറ്റീരിയൽ തിങ്സോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ, നമ്മുടെ കൈവശമുള്ള മെറ്റീരിയൽ തിങ്സോ പൊസഷൻസോ അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർട്ടീസിനെയോ എന്തായിട്ട് പറയാം? അസറ്റ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഈസ് ഫിക്സഡ് അസറ്റ് അല്ലേ. ഫിക്സഡ് അസറ്റ് ഈസ് ദ അസറ്റ് അക്വയർഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതായത് കുറച്ചധികം നാളത്തേക്ക് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന അസറ്റിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ലാൻഡ്, മെഷീനറി എക്സെട്ര. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസറ്റ്സ്
ആർ ദ ഐറ്റംസ് ഓർ പ്രോപ്പർട്ടീസ് അക്വേർഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. കുറച്ചധികം നാളത്തേക്ക് വേണ്ടി വാങ്ങുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫിക്സഡ് അസറ്റ്. എക്സാമ്പിളായിട്ട് ലാൻഡ്, മെഷീനറി എക്സെട്ര. ദെൻ ഇതിന് ചില അസറ്റിന് ചില സബ് ഡിവിഷൻസ്, ഫിക്സഡ് അസറ്റിന് ഒക്കെ ചില സബ് ഡിവിഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ് അല്ലേ. ടാഞ്ചിബിൾ അസറ്റ് മീൻസ് ദ അസറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ബിൽഡിങ്സ്, ഫർണിച്ചേഴ്സ് എക്സെട്ര. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, ദ അസറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ലൈക്ക് ഗുഡ് വിൽ, പേറ്റൻറ്റ് എക്സെട്ര അല്ലെ. ഗുഡ് വില്ല് പോലെ, പേറ്റൻറ്റ് പോലെയുള്ള തൊടാനോ കാണാനോ കഴിയാത്ത ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളെയാണ് എന്തായിട്ട് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ്, വേസ്റ്റിംഗ് അസറ്റ്സ്. exhausted to the extent of extraction like or examples quarries, mines etc. നമ്മൾ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്തോറും എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോകുന്ന അല്ലേ, ഇല്ലാതെയാവുന്ന അസറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ക്വാറി അല്ലേ, മൈൻസ്. ക്വാറിയിൽ നിന്ന് കരിങ്കല്ലൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നിക്ഷേപം, ഡെപ്പോസിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് വേസ്റ്റ് ചെയ്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത്തരം അസറ്റുകളെയാണ് എന്തായിട്ട് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ്, ദീസ് അസറ്റ്സ് ഹാവ് നോ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ്. ഈ അസറ്റിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്ത അസറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് അസറ്റ് സൈഡിലിരിക്കുന്നത്. അത്തരം അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാല്യൂ ഇല്ലാത്ത, ടെക്നിക്കൽ റീസൺസ് കൊണ്ട് മാത്രം അസറ്റ് സൈഡിലുള്ള അസറ്റുകളെയാണ് എന്തായിട്ട് പറയുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസസ്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസസ്? പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വരുന്ന ഭീമമായിട്ടുള്ള ചെലവിനെയാണ് എന്തായിട്ട് പറയുന്നത്? പ്രിലിമിനറി ആയിട്ട് വരുന്ന, പ്രാരംഭഘട്ടത്തിൽ വരുന്ന എക്സ്പെൻസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നതിന് ഒരു 10 ലക്ഷം രൂപ നമുക്ക് ചിലവായി അല്ലേ. ആ എക്സ്പെൻസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ വർഷം തന്നെ എക്സ്പെൻസായിട്ട് കാണിച്ചാൽ ആദ്യത്തെ വർഷം നമുക്ക് ബിഗ് ലോസ് ആവും. കാരണം എന്താണ്? തുടക്കത്തിൽ ചിലപ്പോൾ ബിസിനസ് ഉണ്ടായെന്ന് വരില്ല, അതൊരു കാരണം. 2, നമുക്ക് വരുന്ന ഈ പ്രിലിമിനറി എക്സ്പെൻസസിനെ ഒറ്റ വർഷം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കുറച്ചധികം നാളത്തേക്ക് ഉപയോഗിക്കാവുന്ന അസറ്റുകളുടെ എക്സ്പെൻസ് കൂടി അതിലുണ്ടാകാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നൊരു രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് അസറ്റ് സൈഡിൽ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഓരോ വർഷവും അതിലെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ്, ഒരു ചെറിയ ശതമാനം ഓരോ വർഷവുമായിട്ട് 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്ന മെത്തേഡാണ് സാധാരണ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അത്തരം ഒരു സിസ്റ്റത്തിന് വേണ്ടി ടെക്നിക്കൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അതവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം അസറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് അതിനൊരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് നമുക്ക് ക്യാപിറ്റൽ ലോസ് ആണ്. അത് എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അസറ്റ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചെറിയ എമൗണ്ടുകളായിട്ട് ചെറിയ രീതിയിൽ അത് എന്ത് ചെയ്യുന്നു? അത് ഓരോ വർഷമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ എക്സാമ്പിൾസാണ്. ദെൻ നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ആർ ദ അസറ്റ്സ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. ഫോർ എക്സാമ്പിൾ ക്യാഷ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഡെപ്റ്റേഴ്സ് എക്സെട്ര. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അസറ്റുകളെയാണ് എന്തായിട്ട് പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി കടത്തി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വർഷത്തിന് താഴെയുള്ള സമയങ്ങളിലേക്കുള്ള അസറ്റുകൾ അല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെയുള്ള സമയം എടുത്തുകൊണ്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് എന്തായിട്ട് പറയുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് ലയബിലിറ്റീസ് ഓവിങ് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോഡ് ഓർ ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ്. നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു അല്ലേ. ഓവിങ് ടു അതേഴ്സ്,
ഐദർ ഫോർ മണി ബോറോഡ്, ഒന്നിൽ കടം വാങ്ങിയതുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് പർച്ചേസ്. അപ്പം ഗുഡ്സ് പർച്ചേസ് ചെയ്തതുകൊണ്ടോ കടം വാങ്ങിയതുകൊണ്ടോ ഉള്ള മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടപ്പെട്ടിരിക്കുന്ന എമൗണ്ടിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്, it is the liabilities payable after a long period, more than 1 year. For example, debentures, long term loans, etc. ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ കാലയളവിലേക്കുള്ള ലയബിലിറ്റിയെയാണ് എന്തായിട്ട് പറയുന്നത്, ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ ലോൺസ്, പ്രൊജക്റ്റ് ലോൺസ് അല്ലെ 5 വർഷമോ അല്ലെങ്കിൽ ഒരു വർഷത്തിനേക്കാൾ കൂടുതലുള്ള പീരീഡിലേക്കുള്ള ലോണ് എന്താണ്, ലോങ് ടേം ലയബിലിറ്റിയാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ലോങ് ടേം ലയബിലിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ ലോങ് ടേം ലയബിലിറ്റി എന്നോ അല്ലെങ്കിൽ അതിനെയൊക്കെ ഫിക്സഡ് ലയബിലിറ്റി എന്നോ പറയാം. ദ നെക്സ്റ്റ് ഈസ് കറണ്ട് ലയബിലിറ്റീസ്. ഇറ്റ് ഈസ് ദ ലയബിലിറ്റി ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് ടൈം, നോർമലി വിത്തിൻ എൻ ഇയർ അല്ലേ. ഒരു ചുരുങ്ങിയ പീരീഡിനുള്ളിൽ ഡ്യൂ ആവുകയും പേ ചെയ്യേണ്ടതും ക്യാഷായിട്ട് പേ ചെയ്യേണ്ടതും വരുന്ന ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ അല്ലേ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഉള്ള സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റി, നമുക്ക് വ്യക്തമായിട്ട് സിമ്പിൾ സെൻസിൽ പറയാം, ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, outstanding expenses, etc. The next is capital. Money or money's worth invested by the owner in the business, also known as net worth, which is the excess of assets over liabilities. അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമോ അല്ലെങ്കിൽ പണം കൊണ്ട് അളക്കാവുന്ന മറ്റെന്തെങ്കിലുമോ ചേർന്ന ഐറ്റത്തിനെയാണ് അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ് വർത്ത്, അതിനെ നെറ്റ് വർത്ത് എന്ന് പറയുന്നു. ദെൻ വിച്ച് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്. എന്താണ്, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർത്ത്, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് ക്യാപിറ്റൽ. നമുക്കറിയാലോ അസറ്റ് സൈഡും എന്താണ് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ സൈഡും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വലാണ് അല്ലേ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് ഇക്വേഷൻ തന്നെ അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്, അതാണ് പറയുന്നത്. അതിനെയാണ് ഇവിടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ്, ക്യാഷ് ഓർ അതർ അസറ്റ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഓണർ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിൻവലിക്കുന്നതിനെ എന്തായിട്ട് പറയാം, ഡ്രോയിങ്സ് എന്ന് പറയാം. ദെൻ റവന്യൂ, amounts the business earns by selling its products or providing services. ഒരു ബിസിനസ് അവരുടെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ എന്താണ് സർവീസസോ സെയിൽ നടത്തി കിട്ടുന്ന വരുമാനത്തിന് എന്തായിട്ട് പറയാം, റവന്യൂസ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, എമൗണ്ട്സ് ദ ബിസിനസ് ഏൺസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെയോ സർവീസ് റെൻഡർ ചെയ്യുന്നതിലൂടെയോ ഒരു ബിസിനസ്സിന് കിട്ടുന്ന ഇൻകത്തിന് എന്തായിട്ട് പറയാം, റവന്യൂ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എക്സ്പെൻസസ്, ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, വേജ് എക്സെട്ര. റവന്യൂസ് റിയലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് റവന്യൂ കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നു അതിന് നമുക്ക് എന്തായിട്ട് പറയാം, എക്സ്പെൻസസ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. രണ്ടും ഒരേ ടൈമിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും തന്നെ ചില സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് എക്സ്പെൻഡിച്ചർ മീൻസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്, യൂഷ്വലി ലോങ് ടേം ഇൻ നേച്ചർ അല്ലേ. റിസോഴ്സസ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന റിസോഴ്സസിൻ്റെ കോസ്റ്റിനെ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. സാധാരണഗതിയിൽ യൂഷ്വലി ലോങ് ടേം ഇൻ നേച്ചറാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ട് തരത്തിലാണ് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഡിറൈവ് ലോങ് ടേം ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ലൈക്ക് പ്ലാന്റ്, ബിൽഡിംഗ് എക്സെട്ര. ഒരു എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഡിറൈവ്
ലോങ് ടൈം ബെനിഫിറ്റ്, അല്ലേ? അക്വസിഷൻ ഓഫ് അസറ്റ് വാങ്ങാൻ, പ്ലാന്റ് വാങ്ങാൻ, ബിൽഡിംഗ് വാങ്ങാനൊക്കെ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ ബെനിഫിറ്റ് ഓഫ് സച്ച് ആൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയേഴ്സ് വിത്തിൻ എൻ ഇയർ, അല്ലേ? അതിൻ്റെ എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ കൊടുത്തു തീർക്കാവുന്ന എക്സ്പെൻസുകളെ അല്ലെങ്കിൽ എന്താണ് ഐറ്റംസിനെ നമുക്ക് എന്തായിട്ട് പറയാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ചില എക്സ്പെൻഡിച്ചേഴ്സിന് അങ്ങനെ പറയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് സച്ച് ആൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയേഴ്സ് വിത്തിൻ എ ഇയർ എന്നാണ്. ഒരു വർഷത്തിനുള്ളിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, കൊടുത്തു തീർക്കാവുന്ന എക്സ്പെൻഡിച്ചർ, അതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ ലോസ് എല്ലാവർക്കും അറിയാം. ഇറ്റ് ബ്രിങ്സ് ഇൻ നോ ബെനിഫിറ്റ് ടു ദ ബിസിനസ്. എക്സാമ്പിൾ ലോസ് ബൈ ഫയർ, ലോസ് ബൈ തെഫ്റ്റ് എക്സെട്ര, അല്ലേ? ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തതിന് ലോസ് എന്ന് പറയുന്നു. ലോസ് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ഓൾസോ. നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യുന്ന, ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻകം എന്ന് പറയാം. ദെൻ അതിൽ എന്തുണ്ടാകാം? പ്രോഫിറ്റ് ഉണ്ടാകാം. പ്രോഫിറ്റും അതിൻ്റെ ഭാഗമാണ്. ദെൻ പ്രോഫിറ്റ്, എക്സസ് ഓഫ് റവന്യൂസ് ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ എക്സ്പെൻസസിനേക്കാൾ കൂടുതൽ വരുന്ന റവന്യൂവിനെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രോഫിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പീരീഡിലെ അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസസിനേക്കാൾ കൂടുതലായിട്ട് റവന്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം? പ്രോഫിറ്റ് എന്ന് പറയാം. ദെൻ ഗുഡ്സ്, കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ് ഓർ ആർട്ടിക്കിൾസ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. എക്സാമ്പിൾ ചെയേഴ്സ്, ടേബിൾ എക്സെട്ര ഫോർ എ ഫർണിച്ചർ ഡീലർ. നമുക്ക് പറയാം എന്താണ്? വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളെ ഗുഡ്സ് എന്ന് പറയാം. വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ഐറ്റംസിനെ നമുക്ക് ഗുഡ്സ് എന്ന് പറയാം, കേട്ടോ. ഫോർ കറക്റ്റ് അക്കൗണ്ടിങ് ഗുഡ്സ് ആർ കോൾഡ് ബൈ ഡിഫറെൻ്റ് നെയിംസ്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് പ്രോസസ്സിൽ കറക്റ്റ് അക്കൗണ്ടിങ് നടത്തുന്നതിന് വേണ്ടി ഗുഡ്സിനെ പല പേരുകളിൽ വിളിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു എന്താണ്? വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്, സിമ്പിൾ സെൻസിലാണ് ഞാൻ പറഞ്ഞത്. വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള പ്രോഡക്റ്റിനെ ഗുഡ്സ് എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ വിൽക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ അതിനെന്ത് പറയുന്നു? പർച്ചേസ് എന്ന് പറയുന്നു. വിൽക്കുമ്പോൾ ഗുഡ്സിന് എന്ത് പറയുന്നു? സെയിൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഗുഡ്സാണ് നമ്മൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ, അല്ലേ? അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഗുഡ്സിനെ പർച്ചേസ് എന്ന് പറയുന്നു, വിൽക്കുന്ന സമയത്ത് ഗുഡ്സിനെ സെയിൽസ് എന്ന് പറയുന്നു. ഇനി നമ്മളത് റിട്ടേൺ ചെയ്യാണ്, അല്ലേ? നമ്മൾ വാങ്ങി വിൽക്കാൻ സാധിച്ചില്ല, റിട്ടേൺ ചെയ്യാണ്, അപ്പോൾ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നു. ഇനി നമ്മൾ വിറ്റ ഗുഡ്സ് തിരിച്ചു തരികയാണ്, ഒരാൾ തിരിച്ചു കൊണ്ടുവരികയാണ്, അപ്പോൾ അതിനെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നു. ഇനി ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വിൽക്കുന്നത് വരെയുള്ള സമയത്ത് അതിനെന്തെന്ന് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയുന്നു, കേട്ടോ. അപ്പം ഞാൻ എല്ലാ മോഡും പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, പർച്ചേസസ്, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. കടമായിട്ടും ക്യാഷായിട്ടും വാങ്ങിയിട്ടുള്ള മൊത്തം ഗുഡ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? വാങ്ങിയിട്ടുള്ള മൊത്തം ഗുഡ്സിനെ പർച്ചേസസ് എന്ന് പറയാം. ദെൻ സെയിൽസ്, പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ റെസിപ്റ്റ് ഫോർ സർവീസസ് റെൻറ്റേഡ്, അല്ലേ? നമുക്ക് ഗുഡ്സിൽ നിന്നോ സർവീസിൽ നിന്നോ കിട്ടുന്ന റെസിപ്റ്റുകളെ, പ്രൊസീഡ്സിനെ നമുക്ക് എന്തായിട്ട് പറയാം? സെയിൽസ് എന്ന് പറയാം. കിട്ടുന്ന ഗുഡ്സിൽ നിന്നോ റെസിപ്റ്റിൽ നിന്നോ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം? സെയിൽസ് എന്ന് പറയാം. ദെൻ പർച്ചേസ് റിട്ടേൺസ്, അവർ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയർ. നമ്മൾ ഗുഡ്സ് സപ്ലയർക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ ഗുഡ്സ് വാങ്ങിയത് അവർക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ കസ്റ്റമേഴ്സ് ടു ദ ബിസിനസ്. കസ്റ്റമേഴ്സ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിൻറ്റ്, സ്റ്റോക്ക്, ഗുഡ്സ് ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ്, അല്ലേ? നമ്മൾ സെയിൽസിന് വേണ്ടി ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? സ്റ്റോക്ക് എന്ന്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്തായിട്ട് പറയുന്നു? സ്റ്റോക്ക് എന്ന് പറയുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് ഫോംസ്.
ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡെപ്റ്റേഴ്സ്, എമൗണ്ട്സ് ഡ്യൂ ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്, അല്ലേ? പല വ്യക്തികളിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. എമൗണ്ട് ഡ്യൂ ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്. ദെൻ ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് ഡ്യൂ ടു വേരിയസ് പേഴ്സൺസ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡ്യൂ ടു വേരിയസ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ പല വ്യക്തികൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെ, പണത്തിനെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ദെൻ ഡെബിറ്റ് ആസ്പെക്റ്റ്, റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ക്രെഡിറ്റ് ആസ്പെക്റ്റ്, ഗിവിങ് ആസ്പെക്റ്റ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഗിവിങ് ആസ്പെക്റ്റ് ആണ് ക്രെഡിറ്റ്, ഡെബിറ്റ് എന്ന് പറയുന്നത് റിസീവിങ്. കിട്ടുന്നതിനെ നമുക്ക് ഡെബിറ്റ് എന്നും ഗിവിങ്ങിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു, ആസ്പെക്റ്റ് എന്നും പറയുന്നു. ഇത്രയാണ് നമുക്ക് ഈ ടേംസ് പഠിക്കാനുള്ളത്. ദ നെക്സ്റ്റ് ഈസ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. There are mainly two systems in accounting, that is double entry system and single entry system. Double entry system is that system which recognizes and records both the aspects of transactions. Double entry system എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്റ്റ്, ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ട്രാൻസാക്ഷനെയാണ് എന്തായിട്ട് പറയുന്നത്? സിസ്റ്റത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഈ രണ്ട് ആസ്പെക്റ്റുകളും റെക്കഗ്നൈസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം. ദ ഡെബിറ്റ് ആസ്പെക്റ്റ് ഗോസ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട് ആൻഡ് ദ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഗോസ് ടു ക്രെഡിറ്റ് സൈഡ് ഓഫ് അനദർ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഇപ്പോൾ കുട്ടികൾ തൽക്കാലം ഇത് പഠിച്ചു വയ്ക്കുക. ദിസ് സിസ്റ്റം ഈസ് ആക്യുറേറ്റ്, കംപ്ലീറ്റ് ആൻഡ് റിലയബിൾ. ഈ സിസ്റ്റം എന്താണ്? ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് രണ്ട് വശമുണ്ടായിരിക്കും. അതിൽ ഒരു ആസ്പെക്റ്റ് ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുമാണ്. ഡെബിറ്റ് ആസ്പെക്റ്റ് ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും ക്രെഡിറ്റ് ആസ്പെക്റ്റ് വേറൊരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും പോകും. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ആക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, റിലയബിൾ ആണ്. ദ നെക്സ്റ്റ് ഈസ് സെക്കൻഡ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡബിൾ എൻട്രി, വൺ എൻട്രി ആൻഡ് നോ എൻട്രി. ഇതിൽ ഡബിൾ എൻട്രി ഉണ്ടാവാം, വൺ എൻട്രി ഉണ്ടാവാം, നോ എൻട്രി ഉണ്ടാവും. ഡബിൾ എൻട്രി, വൺ എൻട്രി, നോ എൻട്രി എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാൻ അയാളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കാം അല്ലേ? അയാൾ പർച്ചേസ് ചെയ്യുന്ന കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും മാത്രം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ആൻ അൺസയൻറ്റിഫിക് മെത്തേഡ് വിത്ത് നോ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. ഇവിടെ യാതൊരു പ്രിൻസിപ്പിളും ഇല്ല. ഒരു സാധാരണ വളരെ ചെറുകിട കച്ചവടക്കാരൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും മാത്രം എഴുതി വയ്ക്കുകയും അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയതും കൊടുത്തതും മാത്രം എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നു. ഇനി നമുക്ക് അപ്രോച്ചസ് ടു അക്കൗണ്ട് കീപ്പിംഗ് ചെയ്യാനുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ്? ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അപ്രോച്ചസ് എന്തൊക്കെയാണ്? നമുക്കതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രഡീഷണൽ അപ്രോച്ച് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് ഓർ ഇംഗ്ലീഷ് അപ്രോച്ച്. ഈ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദി അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ഈ ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. These are the accounts relating to persons with whom business deals. ബിസിനസ് ഡീൽ ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സ് മേ ബി ഓഫ് ദ ഫോളോയിങ് 3 ടൈപ്സ്. താഴെ പറയുന്ന 3 തരത്തിലുള്ള പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് സാധാരണയായിട്ടുള്ളത്.
കുട്ടികൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എ പോയിൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ്, നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. എക്സാമ്പിൾസ് മിഥുൻസ് അക്കൗണ്ട്, ജേക്കബ്സ് അക്കൗണ്ട് എക്സെട്ര. അതായത് വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ട്, സാധാരണ നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. സെക്കൻഡ് പോയിൻ്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്സ്. ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ. ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൻ്റെ പേരിലുള്ള അക്കൗണ്ടിനെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കമ്പനീസ് അക്കൗണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്കൗണ്ട്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേരിൽ ഒരു കമ്പനി, ഒരു ബാങ്ക് ഒക്കെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ്. ഇവരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടിനെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, അല്ലെങ്കിൽ ഇവരുടെ പേരിലുള്ള അക്കൗണ്ടുകളെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. ദെൻ തേർഡ് പോയിൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. ദെൻ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ അക്കൗണ്ട് ഇൻഡയറക്ട്ലി റെപ്രസെൻറ്റിംഗ് എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഈസ് നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന അക്കൗണ്ടിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് അക്കൗണ്ട് അല്ല. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് നമ്മൾ പണം കൊടുക്കാനുള്ള വ്യക്തികളുടെ അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട്, നമ്മൾ മുൻകൂട്ടി പേ ചെയ്ത വ്യക്തികളുടെ അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് അക്കൗണ്ട്, നമുക്ക് പണം കിട്ടാനുള്ള വ്യക്തികളുടെ അക്കൗണ്ട്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പേഴ്സണൽ അക്കൗണ്ടുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്, നമ്മളെപ്പോലെയുള്ള സാധാരണ വ്യക്തികളുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്, അല്ലെങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് എന്നല്ല, അവരുടെ പേരിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടുകൾ. രണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്, അതായത് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയോ ബാങ്കോ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിലുള്ള ഡീലിങ്സ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട്. ദെൻ തേർഡ് പോയിൻ്റ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്, നമുക്ക് പൈസ തരാനുള്ളവരുടെ അക്കൗണ്ടുകൾ, നമ്മൾ പണം കൊടുക്കാനുള്ളവരുടെ അക്കൗണ്ടുകളൊക്കെ വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ടിലാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ സെക്കൻഡ് പോയിൻ്റ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. ഓൾറെഡി നമ്മൾ ഏകദേശം സമയത്തിലേക്ക് അടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അടക്കമുള്ള ടോപ്പിക്ക് ഇന്ന് എടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ തുടക്കം വളരെ ചെറിയ ടോപ്പിക്ക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു അക്കൗണ്ട് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.